തമിഴ്നാട്ടിൽ ഇന്ന് മുഖ്യമന്ത്രി വിജയ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ന് ബാക്കിയുള്ള അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. അതിനുശേഷം ആദ്യം ചെയ്തത് നേരെ പഴയ മുഖ്യമന്ത്രി, അതായത് മിനിഞ്ഞാന്ന് വരെ മുഖ്യമന്ത്രി ആയിരുന്ന സ്റ്റാലിന്റെ വീട്ടിലേക്ക് ചെന്ന് അദ്ദേഹത്തെ ആശ്രയിച്ച് അദ്ദേഹവുമായി സൗഹൃദമുണ്ടാക്കുക എന്നതാണ്. ഒരു നല്ല ലക്ഷണമാണത്. ഇത് നമ്മൾ മാതൃകയാക്കേണ്ടതാണ്. കേരളത്തിലെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ കണ്ടുപഠിക്കേണ്ടതാണ്. ഇതിന്റെ കാരണം ഇപ്പോ കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ സർക്കാർ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അവർ വികസന കാര്യത്തിൽ മോശമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ചിലർ സമ്മതിച്ചു തരുന്നില്ല എന്നേ ഉള്ളൂ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മുഹമ്മദ് റിയാസ് വളരെ വലിയ പ്രവർത്തനമാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ടാകാം. പുതിയ സർക്കാർ അധികാരത്തിലേറുമ്പോൾ പഴയ തൈ പറിച്ച് കളഞ്ഞ് പുതിയ തൈ വെക്കുന്ന ഒരു പരിപാടി ചെയ്യരുത്. നമ്മൾ കേരളത്തിന്റെ വികസനം നടക്കാത്തതിന്റെ കാരണം, പടവലങ്ങ പോലെ താഴേക്ക് പോകുന്നതിന്റെ കാരണം, ഇവിടെ ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നു, ഒരു തൈ കുഴിച്ചിടുന്നു, അത് 5 വർഷം വെള്ളവും വളവും കൊടുത്ത് വളർത്തിക്കൊണ്ടുവരും. അടുത്ത സർക്കാർ ആവുമ്പോഴേക്കും ആ തൈ പിഴുതിട്ട് പുതിയ തൈ വെക്കും. കാരണം അവർക്ക് വേണ്ടത് വേറെ സംഗതിയാണ്. ഇങ്ങനെയാണ് അവസ്ഥ. എന്നാൽ തമിഴ്നാട് വിജയ് ഇപ്പൊ തുടക്കം കുറിച്ചത് അങ്ങനെയല്ല. അവിടെ സ്റ്റാലിൻ തുടങ്ങി വെച്ച പല പദ്ധതികളും ഉണ്ടാവും, അദ്ദേഹത്തിന്റെ പല ലക്ഷ്യങ്ങളും ഉണ്ടാവും. അതിലൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പല കാര്യങ്ങളും ഉണ്ടാവും. അതെങ്ങനെയാണ് അവർ ഉദ്ദേശിച്ചത്, എങ്ങനെയാണ് അവർ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ തുടർച്ച നടപ്പിലാക്കി തമിഴ്നാടിന്റെ ആ വികസനം സാധ്യമാക്കുക എന്നുള്ളതാണ് വിജയന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അവർ പരസ്പരം റെസ്പെക്ട് ചെയ്യുന്നു. ഇവിടെ പിണറായി വിജയനെ കാണുമ്പോൾ വി.ഡി. സതീശന് തെറിവിളി, വി.ഡി. സതീശനെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് തെറിവിളി, ഇങ്ങനെ രണ്ടുപേരും തമ്മിൽ അടിക്കുന്നു. നമ്മുടെ നിയമസഭയിൽ എന്താ നടക്കുന്നത്? വികസന കാര്യങ്ങളല്ല. കേരളത്തില് റോഡുകളുണ്ട്. റോഡുകൾ ഇപ്പൊ NH-66 വന്നു. 1 കിലോമീറ്റർ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ 6 രൂപ കൊടുക്കണം, ടോൾ കൊടുക്കണം. 6 രൂപ കൊടുക്കാൻ സൗകര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സഞ്ചരിക്കണ്ട. അതായത് കാസർഗോഡ് കിടക്കുന്ന ഒരു വ്യക്തി തിരുവനന്തപുരത്ത് ഒരു ആവശ്യത്തിന് പോകണമെന്നുണ്ടെങ്കിൽ, ബൈ റോഡ് പോകണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 2000 രൂപ അയാൾ ടോൾ കൊടുക്കേണ്ടി വരും. ആ 2000 രൂപ അയാൾ കൊടുക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ നീ പോണ്ട, നീ വീട്ടിലിരുന്നാൽ മതി എന്നാണ് പറയുന്നത്. ഇത് അന്യായമാണ്. ഇത് ശരിക്കും നീതിയല്ല. ഇത് നിയമവിരുദ്ധമാണ്. അപ്പൊ ഇതിനെതിരെയൊന്നും ആരും സംസാരിക്കുന്നില്ല. സംസാരിക്കണ്ടേ? ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നുണ്ട്. നേരത്തെ യാതൊരു തടസ്സവുമില്ലാതെ സഞ്ചരിച്ചിരുന്ന റോഡാണ്. ആ റോഡ് അല്പം നന്നാക്കിയതിന് ശേഷം ഇപ്പോൾ ടോള് പിരിച്ചുകൊണ്ട് ടോൾ ഇല്ലാത്തൊരു പോകണ്ടെന്ന് പറയാണ്. സത്യത്തിൽ ടോൾ വരുന്നത് ഒരു പുതിയ നല്ല സൗകര്യമുള്ള ഒരു റോഡ് പുതിയതായി ഉണ്ടാക്കിയ ശേഷം നിങ്ങൾക്ക് ഈ റോഡേ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്താം, അതിന് ഇത്ര രൂപ കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പഴയ റോഡേ തന്നെ പോയാൽ മതി. ഇങ്ങനെ പറയുന്നതാണ് മര്യാദ. ആ മര്യാദ ഇല്ലാതെ നിലവിലുള്ള റോഡ് ഒന്ന് പുതുക്കിയിട്ട് ഇനി ഇതുവഴി പോകണമെന്നുണ്ടെങ്കിൽ കാശ് വേണം എന്ന് പറയുന്നത് പോലെ, പച്ചയ്ക്ക് പറഞ്ഞാൽ അഷ്ടിക്ക് വകയില്ലാത്ത ഒരുത്തൻ പുറമ്പോക്കൽ കുടിൽ വെച്ച് താമസിക്കുന്നുണ്ട്. അവനോട് പറയാണ്, ഇനി മുതൽ ഇവിടെ നിന്ന് അൽഫാം മന്തി മാത്രമേ കിട്ടുള്ളൂ, ഇനി മന്തി കഴിച്ചാൽ മതി, നീ ചമ്മന്തിയും ചോറും കഴിക്കണ്ട, അല്ലെങ്കിൽ പുളിയും മുളവും ഞവടി ചോറ് തിന്നണ്ട, മന്തി തിന്നാൻ പറ്റുമോ തിന്നാൽ മതി, അല്ലെങ്കിൽ തിന്നണ്ട എന്ന് പറയുന്നത് പോലെ അവന് മന്തിക്കുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തും എന്നത് ഈ മന്തി ഷോപ്പുകാരന് അല്ലെങ്കിൽ ഈ നിയമം പാസ്സാക്കുന്നതിന് അറിയേണ്ട ആവശ്യമില്ല എന്നതുപോലെയാണിത്. ഇതേപോലെ നിരവധി പദ്ധതികൾ, ഓരോ പദ്ധതികൾ ഉണ്ടാക്കും. ചില പദ്ധതികൾ വരുമ്പോൾ എന്താണ് എന്ന് ചിന്തിക്കാതെ അതിന് ഉപേക്ഷിക്കുന്ന സംവിധാനം പോലും ഉണ്ട്. ഇപ്പോ വർഷങ്ങൾക്ക് മുമ്പ് 2006 മുതലാണ് ഇവിടെ ഇന്റർനെറ്റ് നമുക്കൊക്കെ സാർവത്രികമായി കിട്ടി തുടങ്ങിയത്. അതിനും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലേക്ക് ഒരു പദ്ധതി വെച്ചിരുന്നു. സൗദി ബഹ്റൈൻ പാലം ഉണ്ടാക്കിയ ആ എഞ്ചിനീയർമാരുടെ കൂട്ടത്തിൽപ്പെട്ട രവിനാഥൻ പിള്ള എന്ന് പറയുന്ന ഒരു കൊല്ലം സ്വദേശി മലയാളിയാണ്. അദ്ദേഹം എന്റെ സുഹൃത്തായിരുന്നു. അദ്ദേഹം തന്നിട്ടുള്ള ഒരു രൂപരേഖ വെച്ചിട്ട് മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ ഇന്നത്തെ ഈ NH-66 പകരം തീരദേശ റോഡ് 100% കോൺക്രീറ്റ് റോഡ്, 6 വരി കോൺക്രീറ്റ് റോഡ്, പിന്നെ 4 വരി സർവീസ് റോഡ് പൂർണ്ണമായും സൗജന്യമായി ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു. തീരദേശ സംരക്ഷണ നിയമത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. ഇവിടുത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു വികസനം ഇവിടെ കൊണ്ടുവരാൻ പറ്റൂല. കുറെ കണ്ടൽ കാടും കുറെ അല്ലാത്ത കാടും കുറെ തീരദേശം അത് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വികസനവും കൊണ്ടുവരാൻ പറ്റൂല, ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്താൻ പറ്റൂല. എന്നാൽ കേരളത്തിന്റെ ഇതേ ഭൂപ്രകൃതിയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ പലതും അവരുടെ കടൽത്തീരങ്ങൾ അതിമനോഹരമാക്കുന്നു, വലിയ വരുമാനം അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് മാത്രം വലിയ പ്രകൃതി സ്നേഹം ഇങ്ങനെ തുളുമ്പി നിൽക്കുന്നു. അതിന്റെ ഉദ്ദേശം നമുക്കറിയാം. മറ്റു രാജ്യങ്ങൾക്ക് ഈ സമ്പത്ത് അങ്ങോട്ട് പോകാൻ വേണ്ടി നമ്മുടെ രാജ്യം ഒന്നും വികസിക്കരുത്, ഇവിടെ അത്തരത്തിലുള്ള തീരദേശ വികസനം ഉണ്ടാകരുത്, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണിത്. പിന്നെ കുറെ ഞരമ്പ് രോഗികളുടെ
അവരുടെ പ്രകൃതി സ്നേഹം അങ്ങോട്ട് വഴിഞ്ഞൊഴുകുന്ന പ്രകൃതി സ്നേഹം, ഇവിടെ മൃഗസ്നേഹം കൂടി നടക്കുന്നത് പോലെ അധികമുള്ളതിനെ കൊന്നെടുക്കേണ്ട സമയം കഴിഞ്ഞു. ഇപ്പൊ നിയമം പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ജനങ്ങളെ കൊന്ന് എണ്ണം കുറച്ചുകൊണ്ടിരിക്കുന്നു മൃഗങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്നത് പോലെ. ഏതായാലും അന്ന് ഇത്തരത്തിലുള്ള റോഡിന്റെ ഒരു പദ്ധതി സർക്കാരിലേക്ക് വെച്ചപ്പോൾ സർക്കാർ മൈൻഡ് ചെയ്തില്ല. പൂർണ്ണമായും സൗജന്യമായാണ് 6 വരി റോഡും 4 വരി സർവീസ് റോഡും ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞത്. ഈ കുടിയൊഴിക്കപ്പെടുന്ന തീരദേശത്തെ മത്സ്യബന്ധന തൊഴിലാളികളുടെ വള്ളവും വലയും കടന്നു പോകുന്ന പാലങ്ങളുടെ താഴെ റഡാർ സംരക്ഷണത്തിൽ സംരക്ഷിക്കപ്പെടുകയും അവർക്ക് ഈ വീട് നഷ്ടപ്പെടുന്നവർക്ക് അന്ന് 5000 കോടി രൂപ നീക്കിയിരിപ്പുണ്ട്. ഹൈവേക്ക് വേണ്ടിയിട്ട് പണം മാറ്റിവെച്ചിട്ടുണ്ട്. ആ പണത്തിൽ നിന്ന് കാശെടുത്തുകൊണ്ട് അവർക്ക് ചെറിയ വീടുകളും അല്ലെങ്കിൽ വില്ലകളും അപ്പാർട്ട്മെന്റുകളും ഒക്കെ ഉണ്ടാക്കി അതിലേക്ക് താമസം മാറ്റുക. അങ്ങനെ അവർക്ക് മെച്ചപ്പെട്ട ജീവിത സൗകര്യം ഉണ്ടാക്കി കൊടുത്ത്, പരിസരത്ത് തന്നെ ഉണ്ടാക്കി കൊടുത്ത്, അവരുടെ വള്ളവും വലയും ഒക്കെ അവിടെ തന്നെ സംരക്ഷിച്ച്, എന്നാൽ അതേസമയം ഈ റോഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പദ്ധതിയായിരുന്നു വെച്ചിരുന്നത്. സ്വാഭാവികമായിട്ട് ചോദിക്കും, എങ്ങനെയാണ് സൗജന്യമായിട്ട് സാധിക്കാന്ന്? അന്ന് സാധിക്കുമായിരുന്നു, ഇന്ന് സാധിക്കില്ല. അന്ന് ഇന്റർനെറ്റ് ഇല്ലാത്ത കാലത്ത് 100 മീറ്റർ 200 മീറ്റർ 500 മീറ്റർ ഇങ്ങനെ സൗകര്യമുള്ളതുപോലെ പലയിടങ്ങളിലും LED പരസ്യവാളുകളും നെയിം ബോർഡുകൾ വെക്കുന്നത് പോലെ നെയിം ബോർഡുകൾ വെക്കുമ്പോൾ അതിൽ LED പരസ്യവാളുകൾ വെച്ചുകൊണ്ട് അതിൽ പരസ്യം അന്നത്തെ കമ്പനികൾ, ഇന്റർനാഷണൽ കമ്പനികളൊക്കെ പരസ്യം തരാൻ തയ്യാറാണ്. അതൊക്കെ രവിനാഥൻ പിള്ള സംസാരിച്ചതാണ്. തുടങ്ങാനുള്ള ആവശ്യമായ ഫണ്ട് കണ്ടെത്തിയതിനു ശേഷമാണ് സർക്കാരിനെ സമീപിച്ചത്. പക്ഷേ കമ്മീഷൻ കിട്ടില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. കമ്മീഷൻ കിട്ടില്ല, ഇല്ലെങ്കിൽ ഈ 6 വരി 10-25 കൊല്ലം മുമ്പ് നമുക്കിവിടെ വരേണ്ടതാണ്. പക്ഷെ വന്നില്ല. എന്നാൽ സ്മാർട്ട് മീറ്റർ പദ്ധതി അതിനുശേഷം മന്ത്രി ആര്യടൻ മുഹമ്മദിന്റെ പക്കൽ ഞാൻ തന്നെ അവതരിപ്പിച്ചിരുന്നു. ഇന്നത്തെ നടപ്പിലാക്കാൻ പോകുന്ന സ്മാർട്ട് മീറ്റർ 2026 നടപ്പിലാക്കുന്നു എന്നാണ് പറയുന്നത്, ആ സ്മാർട്ട് മീറ്റർ പദ്ധതി. എന്നാൽ ഇവിടെ അതും ഉപയോഗിക്കുന്ന പണത്തിന് വൈദ്യുതി മുൻകൂട്ടി പണമടയ്ക്കുക, അത് ഉപയോഗിക്കുക, അവസാനിപ്പിക്കുക എന്ന രീതിയിലുള്ള റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന വൈദ്യുതി മീറ്ററുകൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള ചിന്ത അന്നിട്ട് കൊടുത്തിട്ട് അതും മൈൻഡ് ചെയ്തില്ല. എന്നാൽ അതിനുശേഷം അത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നടപ്പിലാക്കി, രവിനാഥൻ പിള്ള നടപ്പിലാക്കി. ഇന്നും വളരെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. ഈ പ്രിയപ്പെട്ട സുഹൃത്ത് രവിനാഥൻ പിള്ള കൊറോണ സമയത്ത് അദ്ദേഹം മരണപ്പെട്ടു പോയി, ഇല്ലെങ്കിൽ അദ്ദേഹത്തെ സാക്ഷ്യം പറയാൻ മുന്നിൽ കൊണ്ടുവന്ന് നിർത്താൻ എനിക്ക് സാധിക്കുമായിരുന്നു. ഏതായാലും ഇതൊക്കെയാണ് അവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തെ വികസനത്തിന് സാധ്യതകൾ ഇല്ലാഞ്ഞിട്ടല്ല, അത് ഉപയോഗിക്കൂല. ഇപ്പൊ നോക്കൂ, 10 വർഷം പിണറായി സർക്കാർ ഭരിച്ചു. അതിൽ 5 വർഷം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു മുഹമ്മദ് റിയാസ് ആണ്. പണം അടിച്ചു മാറ്റിയിട്ടുണ്ടാകാം, കമ്മീഷൻ വാങ്ങിയിട്ടുണ്ടാകും, അതൊന്നും ഞാനിവിടെ സംസാരിക്കുന്നില്ല. ആ കാര്യമൊക്കെ മറ്റു വിഷയങ്ങളാണ്. അത് അവരെ പൊങ്കാലയിടുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാം. പക്ഷെ അത്തരത്തിൽ ചില വികസന പദ്ധതികൾ, റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളുമായി ഇവിടെ ഉണ്ടായി. ഇപ്പോ വയനാടിന്റെ തുരങ്കപ്പാത ഉണ്ടായി. വേണമെങ്കിൽ ഇനി അധികാരത്തിൽ വരുന്ന ആരാണ് മുഖ്യമന്ത്രി എന്നിപ്പോ തീരുമാനമായിട്ടില്ല, അതുകൊണ്ട് പറയുന്നില്ല. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി UDF വരുമ്പോ അവർ പറയാണ് പരിസ്ഥിതി ലോല പ്രദേശമാണ് വയനാട്, അത് അപകടമാണ്, നമുക്ക് ആ റോഡ് വേണ്ട എന്നങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓക്കെ, വേണ്ട, അതായിരിക്കും അവസ്ഥ. അത്തരത്തിൽ തീരുമാനം എടുക്കുന്നതിന് പകരം ഒരു ചെടി നട്ട് ആ ചെടി വളർന്നു വരുമ്പോൾ പുതിയ സർക്കാരായി പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ലാത്ത ഇലകളും ശിഖരങ്ങളും വെട്ടിമാറ്റി അതിനെ വളരാൻ അനുവദിക്കുക. വീണ്ടും അടുത്ത സർക്കാർ വരുമ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത ശിഖരങ്ങളും ഇലകളും കൊത്തിക്കളഞ്ഞാൽ മതി, എന്നാലും ചെടി വളർന്നുകൊണ്ടേയിരിക്കും. അതായത് നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനം ആണ് ലക്ഷ്യമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് തന്നെ പ്രവർത്തിക്കണം. ഓരോ സർക്കാരും ഒരുപക്ഷെ വിഭിന്ന സർക്കാരായിരിക്കും, അവർക്ക് ചില ഉദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അത് പിഴുതു കളഞ്ഞ് ഓരോന്നും തലമുതൽ തുടങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് വസിക്കാൻ കഴിയാത്തത്. നമ്മളിപ്പോഴും ജാമ്പവന്റെ കാലത്താണ്. ഒരു 10-25 കൊല്ലം ബേഗിലാണ്. ഒരു ബൈക്ക് അല്ലെങ്കിൽ ഒരു കാറ് ഒരു ഹോൺ എക്സ്ട്രാ ഫിറ്റ് ചെയ്ത് കൊടുത്തുന്ന അത് പ്രശ്നം. ഇപ്പൊ സൈക്കിളിൽ ഡബിൾ ഇരുന്ന് പോയാൽ കുറ്റമല്ല, അത് ഒരു മഹാഭാഗ്യമാണ്. ഇപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. ആധുനിക കാലത്ത് ഹാൻഡ്സ് ഫ്രീ ആയിട്ട് സംസാരിച്ച് മൊബൈലിൽ പോകാൻ പറ്റും, മൊബൈലിൽ സംസാരിച്ചിട്ട് പോകാൻ പറ്റും, അങ്ങനെ പോയേ പറ്റും. അതാണ് ഇന്നത്തെ കാലം. അതുപോലും കുറ്റമാണ്. പക്ഷെ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുന്നില്ല. അതുപോലെ ഒന്നും നമ്മൾ പഠിപ്പിക്കുന്നില്ല. അതായത് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ മൊത്തം മോശമാണ്. അതിനെ പോലും ഉടച്ചു വാർക്കാൻ ഇവിടെ ആർക്കും സമയമില്ല. ഒന്നിനും സമയമില്ലാത്തവർ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുന്നു. കൊണ്ടുവരുന്ന പദ്ധതികൾ എതിർത്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ തുടങ്ങി വെച്ച പദ്ധതികൾ അടപടലം എടുത്ത് കളഞ്ഞിട്ട് പുതിയ പദ്ധതി അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ എന്നും തൈ കുഴിച്ചു വെച്ച് അങ്ങനെ തന്നെ ഇരിക്കുന്നു. നമ്മുടെ വികസനം പടവലങ്ങ പോലെ കീഴ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിലാണ് നമ്മൾ വിജയിന്റെ ഈ പ്രവൃത്തി നമ്മൾ കാണേണ്ടത്. ഇതിനു മുമ്പ് ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി എന്ന നിലയിൽ സ്റ്റാലിന്റെ വികസന കാഴ്ചപ്പാടുകൾ എന്തൊക്കെയായിരുന്നു, അദ്ദേഹം എന്തൊക്കെയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്, ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടാവും. പ്രത്യേകിച്ച് വിജയ് ഒരു പുതിയ ആളാണ്. തൊട്ടു മുമ്പ് ഭരിച്ചിരുന്നവർ എന്തൊക്കെയാണ്, അവരുടെ പദ്ധതികൾ എന്താണ്, അതെങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ആ സംസ്ഥാനത്തെ വികസിപ്പിക്കുന്നതിൽ അവർ ഒരുമിച്ച് നിൽക്കണമെങ്കിൽ നിൽക്കട്ടെ. എന്നാൽ ഇവിടെ നമ്മൾ പടവലങ്ങ പോലെ താഴേക്ക് പോകേണ്ട സ്ഥാനത്ത് ഇവിടെ ഒന്ന് ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ
പുതിയ UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആ മുഹമ്മദ് റിയാസിനെ ഒന്ന് കൂടെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്ന കുറെ പദ്ധതികളുണ്ട്. ആ പദ്ധതികളെ കുറിച്ചൊന്ന് മനസ്സിലാക്കി അതിൽ നടപ്പിലാക്കാൻ കഴിയാവുന്നത് നടപ്പിലാക്കി റിയാസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ റിയാസിനോട് ഉപദേശം ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ റിയാസ് അതിന് ഉപദേശം ചോദിച്ചിരുന്ന ആൾക്കാരെയും കൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊക്കെ നമ്മൾ വികസിച്ച് പോകണം. പ്രതിപക്ഷമാണ് അല്ലെങ്കിൽ ശത്രുപക്ഷത്താണ്, അതുകൊണ്ട് നമ്മൾ തൊടാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, അടുക്കാൻ പാടില്ല എന്നുള്ള ആ പഴഞ്ചൻ ആ ഒരു രീതി ഉണ്ടല്ലോ, അത് മാറ്റിവെക്കേണ്ട സമയം കഴിഞ്ഞു എന്നാണ് വിജയ് നമ്മൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി എന്നുള്ള കുഞ്ഞുണ്ണി മാഷയുടെ ആ ഒരു വാക്യമുണ്ടല്ലോ, അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നമുക്കും 2026 ജീവിക്കാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ ജാംബവന്റെ കാലത്ത് തന്നെ നമുക്ക് ജീവിക്കാം. Different angles. Don't forget to subscribe and support this channel.